multivariable calculus differentiation second portion. So let us start. Implicit partial differentiation. എന്താണ് implicit partial differentiation? If the equation f of x, y, z is equal to c, define z implicitly as a differentiable function of x and y, and if dou f by dou z not equal to 0, then dou z by dou x can be expressed as minus dou f by dou x divided by dou f by dou z, and dou z by dou y can be expressed as minus dou f by dou y divided by dou f by dou z. അതായത് ഇവിടെ പറയുന്നത് ഒരു ഇക്വേഷൻ f of x, y, z is equal to c എന്ന് പറയുന്ന ഒരു ഫോം. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ z എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷനെ ഇംപ്ലിസിറ്റ്ലി ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് f of x, y, z is equal to c. ഓക്കെ, ഇനി അതിൽ z എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് x ആൻഡ് y ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആയിട്ട് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, അങ്ങനെ പിന്നെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, ഡോ f by dou z is not equal to 0. Okay, f with respect to z differentiate ചെയ്യുമ്പോൾ 0 അല്ല, ഒരു വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡോ z by dou x ഉം ഡോ z by dou y നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് f? അതായത് ഡോ z by dou x ഈക്വൽ ടു മൈനസ് ഡോ f by dou x ഡിവൈഡഡ് ബൈ ഡോ f by dou z. അതുപോലെ ഡോ z by dou y എന്നുള്ളത് മൈനസ് ഡോ f by dou y ഡിവൈഡഡ് ബൈ ഡോ f by dou z. ഓക്കെ, അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം, അപ്പൊ ക്ലിയർ ആവും. First one, consider a sphere x square plus y square plus z square is equal to 1. Find dou z by dou x and dou z by dou y. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സും വൈയും സെഡും, ഓക്കെ, ഇൻ ടേംസ് ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് ശരിക്കും എഫ് ഓഫ് എക്സ്, വൈ, സെഡ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഫോമിലാണ് അല്ലെ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. നമുക്ക് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാ? ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈ at the point 2/3, 1/3, 2/3. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ്, വൈ, സെഡ് കൺസിഡർ ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇനി ഇതിൽ നിന്ന് ഡോ സെഡ് ബൈ ഡോ എക്സ് നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഇംപ്ലിസിറ്റ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഡോ സെഡ് ബൈ ഡോ എക്സിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ്. കാരണം നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ജനറൽ ഫോം എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ്, വൈ, സെഡ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഫോമിലാണ് അല്ലെ. ഇവിടെ ഇപ്പൊ സി എന്ന് പറയുന്നത് 1 ആണ്. സോ ആ ഫോമുല ആയതുകൊണ്ട് നമ്മൾ ഇംപ്ലിസിറ്റ് പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ ഫോർമുല യൂസ് ചെയ്യാം. ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ്. അതായത് മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എഫ് എന്ന് പറയുന്നത് ഇതല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ? 2x ആണ്. കാരണം ഡോ എഫ് ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ വൈയും സെഡും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം ചെയ്യാം. സോ 2x കിട്ടും. മൈനസ് ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇവിടെ മൈനസ് എഴുതി. സോ മൈനസ് 2x കിട്ടി. ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ് വരുമ്പോൾ എന്താ വരാം? വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് എക്സും വൈയും കോൺസ്റ്റന്റ്. അപ്പൊ 2z വരും. സോ ഡിവൈഡ് ബൈ 2z. അപ്പൊ 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് എക്സ് ബൈ സെഡ്. നെക്സ്റ്റ് വൺ അതേപോലെ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ പോയിന്റ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് തന്നിട്ടുണ്ട് അല്ലെ, ആ പോയിന്റിൽ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇപ്പൊ കിട്ടിയ ഡോ സെഡ് ബൈ ഡോ എക്സിൽ എക്സ്, വൈ, സെഡ് അതായത് എന്താണോ ടേംസ് ഉള്ളത്, അപ്പൊ മൈനസ് എക്സ് ബൈ സെഡ് അല്ലേ കിട്ടിയ. സോ മൈനസ് 2/3 ഡിവൈഡഡ് ബൈ 2/3 വരും. എക്സ് ഇക്വൽ ടു 2/3 ആണ്, സെഡ് ഇക്വൽ ടു 2/3 ആണ്. മൈനസ് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് -1 കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും അല്ലെ. ഇനി ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താ? മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡിവൈഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ്. അതായത് അഗെയിൻ നമ്മൾ ചെയ്തത് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് 2y ആണ്, ആൻഡ് ഡോ എഫ് ബൈ ഡോ സെഡ് 2z ആണ്. സോ 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് y ബൈ സെഡ് കിട്ടും. ഇത് അഗെയിൻ അറ്റ് ദ പോയിന്റ് 2/3, 1/3, 2/3 ചെയ്താൽ y എന്ന് പറയുന്നത് 1/3, z എന്ന് പറയുന്നത് 2/3 ആണ്. സോ ഈ 3 3 ക്യാൻസൽ ആയി, ആൻഡ് 2 താഴെ തന്നെ ഉണ്ട്. സോ മൈനസ് ഹാഫ്. അതാണ് ആൻസർ. Second question, find dou z by dou x and dou z by dou y at 0 0 0 if x cube plus z square plus y e raised to xz plus z cos y is equal to 0. Okay, so ഇവിടെ again f of x, y, z is equal to 0 എന്ന് പറയുന്ന ഫോം, okay, is equal to c എന്ന് പറയുന്ന ഫോമിൽ തന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത dou z by dou x and dou z by dou y at the point 0 0 0 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ dou z by dou x കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെ മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ് ചെയ്യും. സോ മൈനസ് അങ്ങനെ തന്നെ പുറത്ത് എഴുതി. ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്തപ്പോൾ 3x സ്ക്വയർ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനിലെ എഫ് ഓഫ് എക്സ്, വൈ, സെഡ് അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം ചെയ്യാം. വൈയും സെഡും കോൺസ്റ്റന്റ്. സോ 3x സ്ക്വയർ പ്ലസ് വൈ ഇ റേസ് ടു എക്സ് സെഡ് ഇൻറ്റു സെഡ് ഡിവൈഡഡ് ബൈ ഡോ എഫ് ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് 2z പ്ലസ് വൈ ഇ റേസ് ടു എക്സ് സെഡ് ഇൻറ്റു എക്സ് പ്ലസ് കോസ് വൈ. ഇനി ഇത് ജസ്റ്റ് മൈനസ് അങ്ങനെ തന്നെ ജസ്റ്റ് പുറത്തേക്ക് എഴുതി. ഓക്കെ, ബാക്കി ടേംസ് ജസ്റ്റ് അങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് ഈ y
into z ലാസ്റ്റ് എന്നുള്ളത് ഒരുമിച്ച് ആദ്യം കോഎഫിഷ്യന്റ് എഴുതി yz e raised to xz divided by 2z plus xy e raised to xz. ഈ y യും x ഉം ജസ്റ്റ് കോഎഫിഷ്യന്റ് ആയിട്ട് എഴുതി, ആദ്യമേ എഴുതി. ഓക്കെ, ബാക്കി ടേംസ് ബാക്കിയെല്ലാം സെയിം. ഇനി at the point 0 0 0 കണ്ടുപിടിക്കണം. സോ x y z എല്ലാത്തിനും 0 കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഇവിടെ 0 വരും, ഇവിടെയും 0 വരും, ഡിവൈഡഡ് ബൈ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. cos 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 0 by 1 വരും, ദാറ്റ് is 0. Next one, dou z by dou y minus dou f by dou y divided by dou f by dou z ആണ്. So minus f with respect to y partial differentiation കാണാം. So നമുക്ക് x ഉം z ഉം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ e raised to xz minus z sin y കിട്ടും, ഡിവൈഡഡ് ബൈ dou f by dou z. നമുക്ക് നേരത്തെ ഡിനോമിനേറ്ററിൽ ആ സെയിം എക്സ്പ്രഷൻ തന്നെ 2z plus xy e raised to xz plus cos y. ഇനി ഇതിലെ again at the point 0 0 0 കാണാം, x y z എല്ലാത്തിനും 0 കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ e raised to 0 വരും, ഈ ടേം 0 വരും, ഇവിടെ ഈ ടേം ഓൾറെഡി ഇത് രണ്ട് ടേംസും 0 ആയി പോകും, ഇത് 0 ആയി പോകും, ഇതും 0. cos 0 എന്ന് പറയുന്നത് 1 ആണ്, cos 0 ആണ് വരിക. സോ അത് ആ ഒരു ടേം എന്ന് പറയുന്നത് 1 കിട്ടും. ഓക്കെ, ഇനി ഇതില് നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി ടേംസ്. അപ്പോൾ മൈനസ് ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. e raised to 0 എന്ന് പറയുന്നത് 1 ആണ്, 1 minus 0 ഡിവൈഡ് ബൈ cos 0 എന്ന് പറയുന്നത് 1 ആണ്. സോ മൈനസ് 1 by 1, അതായത് 1 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് ടോപ്പിക്, ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഓർഡർ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ അങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ഓർഡർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ. ഇത് ഫസ്റ്റ് ഓർഡർ ആണ് കേട്ടോ, അതായത് ജസ്റ്റ് ഡോ ബൈ ഡോ എക്സും ഡോ ബൈ ഡോ വൈ വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ഓർഡർ വരുമ്പോൾ എന്താവും, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ അങ്ങനത്തെ ടേംസ്. തേർഡ് ഓർഡർ വരുമ്പോൾ ഡോ റേസ് 3 അങ്ങനെ. ഓക്കെ, അപ്പൊ അതാണ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ആണ് ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈ. ഇറ്റ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. ഇനി ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ പാർഷ്യൽ ഡെറിവേഷൻ കണ്ടു, എഗെയിൻ നമുക്ക് വീണ്ടും പാർഷ്യലി ഡെറിവേറ്റീവ് കാണാൻ പറ്റും, വീണ്ടും പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ടേംസ് ആണ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, സോ ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കിട്ടില്ലേ, ഫസ്റ്റ് ടൈം ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഇനി എഗെയിൻ ആ കിട്ടിയ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് കണ്ട എന്ത് കിട്ടും, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കിട്ടും അല്ലെ. അതായത് ഡോ എഫ് ബൈ ഡോ എക്സിനെ വീണ്ടും പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഇത് സെക്കൻഡ് ഓർഡർ ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ഓക്കെ, ദാറ്റ് ഈസ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന വേറൊരു ടേം ആണ് എഫ് എക്സ് എക്സ്. ഇതിന്റെ മീനിങ് എന്താ, എഫ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 ടൈംസ് നമ്മൾ പാർഷ്യൽ ഡെറിവേഷൻ കണ്ടു. ഓക്കെ, ഡെറിവേറ്റീവ് കണ്ടു. ഇനി അതേപോലെ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്താ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ, ദാറ്റ് ഈസ് എഫ് വൈ വൈ. ഇനി മിക്സ്ഡ് ആയിട്ടുള്ളത്, അതായത് ഒരു പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തു, സെക്കൻഡ് ടൈം വിത്ത് റെസ്പെക്ട് ടു വൈ. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, ഇവിടെ ഈ ഓർഡറിന് പ്രത്യേകതയുണ്ട്, തോന്നിയ പോലെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം, എന്നിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്തിട്ട് അതിന്റെ ഡോ ബൈ ഡോ വൈ ആണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നേരെ തിരിച്ചാണെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം വിത്ത് റെസ്പെക്ട് ടു, ഇപ്പൊ നേരെ തിരിച്ച് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ആണെങ്കിലോ ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, എന്നിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ മിക്സ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ, ഡോ സ്ക്വയർ എഫ്. എഫിന് വീണ്ടും ഡെറിവേറ്റീവ് കാണാണ്, അതുകൊണ്ട് ഡോ സ്ക്വയർ എഫ് എന്ന് എഴുതണം, ഡിവൈഡഡ് ബൈ ഇത് ഓർഡർ ശ്രദ്ധിക്കണം, ഡോ വൈ ഡോ എക്സ് ആണ്. അതായത് ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തു, പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ. അഗെയിൻ ഇൻ വിത്ത് ജസ്റ്റ് വൈസ് വേഴ്സ, അതായത് എക്സും വൈയും നേരെ തിരിച്ചുള്ള ഓർഡറിൽ. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്ത് വരും, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പൊ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തു, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ ഈ എഫ് എക്സ് വൈ, അതായത് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എഫ് എക്സ് വൈ ആൻഡ് എഫ് വൈ എക്സ്, ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തു, പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അങ്ങനെയാണ് ഓർഡർ വരിക കേട്ടോ. എഫ് വൈ എക്സ് എന്ന് പറയുമ്പോൾ ആദ്യം എക്സ് പിന്നെ വൈ. അപ്പൊ ഇത് രണ്ടും ഇതിനെ പറയുന്നതാണ് മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, സിമിലർലി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഇങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ എക്സ്, അതായത് ഇപ്പൊ കിട്ടിയ സെക്കൻഡ് ഓർഡറിനെ വീണ്ടും ഡെറിവേറ്റീവ് കണ്ടാൽ നമുക്ക് തേർഡ് ഓർഡർ കിട്ടും. ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്താ എഴുതാൻ പറ്റും, ഡോ ക്യൂബ് എഫ് ബൈ ഡോ എക്സ് ക്യൂബ്, അതായത് എഫ് എക്സ് എക്സ് എക്സ്. ഓക്കെ, അതേപോലെ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്, മിക്സഡ് ഡെറിവേറ്റീവ്സിന്റെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താൽ എന്ത് വരും, ഡോ ക്യൂബ് എഫ് ബൈ, ഇവിടെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, അപ്പൊ അത് ലാസ്റ്റ് എഴുതി, ലാസ്റ്റ് തന്നെ ഏറ്റവും ഇന്നേഴ്സ് ആയിട്ടുള്ള, പിന്നെ അഗെയിൻ അതായത് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തിട്ട് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത് അല്ലെ. സോ അതിനെ നമുക്ക് ഡോ സ്ക്വയർ വൈ എന്ന് എഴുതാൻ പറ്റും.
ക്ലിയർ ആയോ? ആൻഡ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ക്യൂബ് എഫ് ബൈ ഡോ വൈ ക്യൂബ് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ തേർഡ് ഓർഡറിനെ വീണ്ടും ഡെറിവേറ്റീവ് കണ്ടാൽ നമുക്ക് ഫോർത്ത് ഓർഡർ കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് വൈ 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 വൈ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം കാണുന്ന ഡെറിവേറ്റീവിന്റെ അഗൈൻ ഡെറിവേറ്റീവ് എടുത്താൽ അപ്പോൾ ജസ്റ്റ് വൺ ഓർഡർ ഇൻക്രീസ് ആവും. അങ്ങനെ പ്രോബ്ലംസ് ഇത് ബേസ് ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അതായത് ഇതിപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് ആണ്. അതിന്റെ മീനിങ് എന്താ? ആദ്യം z വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. ഇനി RHS തന്നിരിക്കുന്നത് ഫസ്റ്റ് z വിത്ത് റെസ്പെക്ട് ടു വൈ കണ്ടുപിടിക്കുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന z എന്താ? എക്സ് സ്ക്വയർ വൈ പ്ലസ് 5y3. അപ്പൊ തന്നിരിക്കുന്ന z-നെ ഇനി നമുക്ക് എന്തൊക്കെ ടേംസ് ആ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഏതൊക്കെ ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മനസ്സിലാക്കുക. അതായത് നമുക്ക് ഡോ z ബൈ ഡോ എക്സും വേണം, പിന്നെ അതിന്റെ വിത്ത് റെസ്പെക്ട് ടു വൈ അഗൈൻ ഡിഫറൻഷിയേറ്റും കാണും. സോ ഡോ z ബൈ ഡോ എക്സ് ആദ്യം കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഡോ z ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഈ ടേമിന്റെ 0 ആയിപ്പോ, ഇതിന്റെ 0 ആയിപ്പോ. ഇപ്പൊ എക്സ് സ്ക്വയർ വൈന്റെ എന്ത് വരും? y കോൺസ്റ്റന്റ് ആക്കി വെക്കാം. അപ്പൊ 2xy വരും. ക്ലിയർ ആയോ? ഇനി അതേപോലെ ഡോ z ബൈ ഡോ വൈയും കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ, കാരണം നമുക്ക് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ല ആദ്യം. സോ ഡോ z ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയർ വൈ പ്ലസ് 5y ക്യൂബില് ഡോ z ബൈ ഡോ വൈ എന്ന് വരുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ്. ഇപ്പൊ ഫസ്റ്റ് എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി, പ്ലസ് ഇതിന്റെ എന്താ വരിക? 5 into 3 into y സ്ക്വയർ, അതായത് 15y സ്ക്വയർ വരും. അതാണ് നെക്സ്റ്റ് ടേം. ഓക്കെ, അപ്പൊ ഡോ z ബൈ ഡോ എക്സും കിട്ടി, ഡോ z ബൈ ഡോ വൈയും കിട്ടി. ഇനി സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കാം. അതായത് ഇപ്പൊ ഡോ z ബൈ ഡോ എക്സിന്റെ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. സോ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ z ബൈ ഡോ എക്സ് കാണണം. ഇതെന്താ മീനിങ്? എന്താ? ഡോ സ്ക്വയർ z ബൈ ഡോ വൈ ഡോ എക്സ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡോ സ്ക്വയർ z ബൈ ഡോ വൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ നമുക്ക് കിട്ടിയ ഡോ z ബൈ ഡോ എക്സ് അല്ലേ, അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 2xyയുടെ വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ വരിക? 2xyയുടെ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് എന്താണ്? 2 into x വരും. ക്ലിയർ ആയോ? കാരണം y കോൺസ്റ്റന്റ് അല്ലേ, സോറി വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ 2x കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എഴുതി. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 1 ആയിട്ട് വരും. സോ 2 into x. ഇനി അതേപോലെ നെക്സ്റ്റ് ടേമിൽ നോക്കാം. ഡോ z ബൈ ഡോ y നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എക്സ് സ്ക്വയർ പ്ലസ് 15y സ്ക്വയർ. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം, അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ z ബൈ ഡോ വൈ. ഓക്കെ, അപ്പൊ ഇവിടെ സോറി, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ z ബൈ ഡോ വൈ. ഓക്കെ, അപ്പൊ ഇവിടെ ഡോ z ബൈ ഡോ വൈ നമുക്ക് ഓൾറെഡി അറിയാം, എക്സ് സ്ക്വയർ പ്ലസ് 15y സ്ക്വയർ. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണാം. അപ്പൊ എക്സ് സ്ക്വയർ മാത്രമല്ല എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, 15y സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ ടേമിന്റെ സെക്കൻഡ് ടേമിന്റെ 0 ആയിട്ട് കിട്ടും. എക്സ് സ്ക്വയറിന്റെ എന്താ നമുക്ക് കിട്ടുക? 2x. സോ ഫൈനലി നമുക്ക് രണ്ട് കേസിലും 2x തന്നെയല്ല ആൻസർ കിട്ടിയത്. അപ്പോൾ ഡോ സ്ക്വയർ z ബൈ ഡോ വൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ വൈ. Second question, if u is equal to x square tan inverse y by x minus y square tan inverse x by y, find dou square u by dou y dou x. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് u തന്നിട്ടുണ്ട് in terms of x and y. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡോ സ്ക്വയർ u by dou y dou x. ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഡോ സ്ക്വയർ u by dou y dou x എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇന്നർ സൈഡിലുള്ളത് ഡോ u by dou x ആണ്. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു y കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് u തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഡോ u ബൈ ഡോ എക്സ് കാണാം. അപ്പോൾ ഡോ u ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. u തന്നിട്ടുണ്ട്. ഓരോ ടേംസിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിറൈവ് ചെയ്യാം. ഓക്കെ, നമുക്ക് y കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഫസ്റ്റ് ടേമിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻ റൂൾ നോക്കണം. കാരണം എന്താ? പ്രോഡക്റ്റ് ഓഫ് ടു ടേംസ് അല്ലേ, രണ്ട് ടേംസിലും x ഉണ്ട്. സോ ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് tan inverse y by x, അതായത് tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by x ആണ്. ഓക്കെ, അപ്പോൾ 1 by x പറയുമ്പോൾ ഇവിടെ x ന് പകരം y by x അല്ലേ, അപ്പോൾ ഇൻറ്റു 1 by x ന് പകരം എന്ത് എഴുതണം? 1 by 1 plus y by x ഹോൾ സ്ക്വയർ. അതാണ് ഈ ടേം. ഇൻറ്റു കഴിഞ്ഞിട്ടില്ല, വെറും x അല്ലല്ലോ, x ന് പകരം ഫംഗ്ഷൻ എന്താ? y by x അല്ലേ. ഇനി അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x കാണണം. ചെയിൻ റൂൾ പറഞ്ഞില്ലേ. സോ ഈ y by x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്താ വരിക? മൈനസ് y by x സ്ക്വയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം എന്താ വരിക? പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ്, അതായത് സെക്കൻഡ് ടേം എന്താ വരിക?
The second term എന്ന് പറയുന്നത് ഇപ്പോൾ ചെയിൻ റൂളിൽ ഫസ്റ്റ് പോർഷൻ മാത്രമേ ആയിട്ടുള്ളൂ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. ഇനി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷനുള്ള ഡെറിവേറ്റീവ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതൊന്ന് റിവൈസ് ചെയ്തോട്ടെ. സോ ഇവിടെ ഫസ്റ്റ് ടേം കിട്ടി. ഇനി സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇത് കണ്ടു. ഇനി തിരിച്ച് സെക്കൻഡ് ടേം എന്താണോ അത് അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ 2x. അപ്പൊ അത് കിട്ടി. ഇനി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് y സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ. ആ ടേമിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ നമുക്കറിയാം y സ്ക്വയർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ഇനി ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈയുടെ എന്താണ് 1 plus x by y whole square into derivative of x by y with respect to എന്താണ്, with respect to x ആണ്. സോ 1 by y കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതില് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇതേപോലെ ക്യാൻസൽ ചെയ്യാനുള്ള ടേംസിനെ ക്യാൻസൽ ചെയ്യാം. എക്സ് സ്ക്വയറും ഇവിടെ ക്യാൻസൽ ആയി. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന ടേംസ് ഈ മൈനസ് വൈ അങ്ങനെ തന്നെ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് താഴത്തെ ടേം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് LCM എടുത്തു. അതായത് 1 plus y by x whole square എന്ന് പറയുന്നത് എന്താ, x square plus y square by x square അല്ലേ. കാരണം ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y square by x square വരും. ക്ലിയർ ആയില്ലേ? ഇനി x square നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ x square plus y square whole by x square കിട്ടും. അതാണ് ഈ ടേം. സോ അതിങ്ങനെ തന്നെ എഴുതി, ഡിനോമിനേറ്ററിലാണ് അങ്ങനെ തന്നെ എഴുതി. പ്ലസ് ഇനി ബാക്കി 2x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് y by x അതങ്ങനെ തന്നെ എഴുതി. ആൻഡ് ലാസ്റ്റ് ടേം എന്താ, y സ്ക്വയറില് ഒരു y ക്യാൻസൽ ആയി പോകും അല്ലെ. y divided by again 1 plus x by y whole square നമ്മൾ നേരത്തെ ചെയ്ത പോലെ y square plus x square by y square എന്ന് എഴുതി. ഇനി ഇതിന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ x സ്ക്വയറിനെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി അല്ലെ. സോ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x tan inverse y by x അതങ്ങനെ തന്നെ എഴുതി. മൈനസ് ഈ y സ്ക്വയർ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകും. സോ y into y square എന്താ, y cube by x square plus y square. ഇനി അഗെയിൻ റീഅറേഞ്ച്മെന്റ്. ആ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ രണ്ട് ടേംസ് ഇല്ലേ, അത് ഗ്രൂപ്പ് ചെയ്യാം. അത് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് വൈ കോമൺ ആയിട്ട് കിട്ടും. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും. ഈ രണ്ട് ടേംസും ക്യാൻസൽ ആയാൽ നമുക്ക് മൈനസ് വൈ മാത്രമായിരിക്കും ഈ ടേം എന്ന് കിട്ടുക. പ്ലസ് 2x tan inverse y by x അങ്ങനെ തന്നെ എഴുതാം. ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ്. ഇപ്പൊ നമ്മൾ ഡോ യു ബൈ ഡോ എക്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടി. ഇനി വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം, അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് ചെയ്യണം. സോ ഇത് വിത്ത് റെസ്പെക്ട് ടു y ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ടേം മൈനസ് വൈയുടെ എന്താ വരിക, -1 പ്ലസ് 2x എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ. ഇനി ടാൻ ഇൻവേഴ്സിന് എന്താ 1/1 പ്ലസ് y by x ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y by x വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ 1/x വരും. ഓക്കെ, ഇനി -1 പ്ലസ് 2 ഇൻറ്റു ഈ x എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു ടേം എങ്ങനെ എഴുതാൻ പറ്റും, സെക്കൻഡ് ടേം 2x ഇൻറ്റു 1 divided by x square plus y square by x square ആണ്. ഇതിന്റെ മീനിങ് എന്താ, 2x ഇൻറ്റു ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡിവൈഡഡ് ബൈ ടേംസ് ആണ് അല്ലെ. ഇവിടെ ഓൾറെഡി ഈ ഒരു എക്സ് ഉണ്ട്, ഈ എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, അത് ക്യാൻസൽ ആയിപ്പോയി. അഗെയിൻ താഴത്തെ ടേം എന്ന് പറയുന്നത് ഇതിപ്പോ റെസിപ്രോക്കൽ ആയിട്ട് വരും അല്ലെ. സോ ഈ എക്സും ഇവിടെ ഒരു 1/x ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്കിവിടെ ഒരു 2 ഉണ്ട്, പിന്നെ x സ്ക്വയർ മോളിപ്പോവും. സോ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഇനി ഇത് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ LCM എടുക്കുക. അതായത് -1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇനി ഹോൾ ഡിവൈഡഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ കിട്ടി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും പ്ലസ് 2x സ്ക്വയറും വരും. അതായത് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ, അതായത് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതി കൂടെ. സോ ഇവിടെ 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്താ, എക്സ് സ്ക്വയർ. ഇനി മൈനസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതാണ് ഫൈനൽ ആൻസർ. Third question, if u is equal to log of x cube plus y cube plus z cube minus 3xyz, show that dou by dou x plus dou by dou y plus dou by dou z whole square of u is equal to -9 by x plus y plus z whole square.
ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡോ ഡി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഓപ്പറേറ്റേഴ്സ് ആണ് അല്ലെ. അല്ലാതെ വെറുതെ എക്സും വൈയും നമ്മൾ സാധാരണ പ്രോഡക്റ്റ് ഒക്കെ ചെയ്ത് എഴുതാറില്ലേ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, അതുപോലെയല്ല, ഇത് ജസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഓപ്പറേറ്റേഴ്സിന്റെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ ഹയർ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ മീനിങ് എന്താ, അത്രയും ടൈംസ് ഡെറിവേറ്റീവ് ചെയ്യണം എന്നാണ് മീനിങ്. ഓക്കെ, അല്ലാതെ വെറുതെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള മീനിങ് അല്ല. സോ നമുക്കിവിടെ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് ഹോൾ സ്ക്വയറിന്റെ മീനിങ് എന്താണ്, അത്രയും ഓഫ് യു ആണ് കേട്ടോ, ദാറ്റ് മച്ച് ഓഫ് യു ആണ്. സോ അതിന്റെ അർത്ഥം അത്രയും ടൈംസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, രണ്ടായിട്ട് എഴുതുക. അതായത് ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് ഡോട്ട് ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് യു. ഇത് ക്ലിയർ ആയി. അതായത് ഹോൾ സ്ക്വയർ എന്നുള്ളത് ഇങ്ങനെ എഴുതി, ഫസ്റ്റ് ടേം സെപ്പറേറ്റ്, ഫസ്റ്റ് ഓപ്പറേറ്റർ സെപ്പറേറ്റ് എഴുതി, ഇനി ഇൻറ്റു സെക്കൻഡ് ഓപ്പറേറ്റർ ഓഫ് യു. അപ്പൊ ആദ്യം നമ്മൾ ഇവിടുത്തെ ഈ ഉള്ളിലത്തെ ഏറ്റവും ഇന്നർ സൈഡിലുള്ള ഡെറിവേറ്റീവ് കാണാം, യുവിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, എന്നിട്ടാണ് ഔട്ട്സൈഡ് ഓപ്പറേറ്റർ വൺസ് മോർ ആ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണേണ്ടത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിന്റെ മീനിങ് എന്താ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ടേം പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഈ ടേം പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഈ ടേം. അതായത് കറക്റ്റ് ആയിട്ട് മനസ്സിലായോ, നമുക്ക് ഉള്ളിലത്തെ ആ ടേം എന്ന് പറയുന്നതിന്റെ അഗെയിൻ നമ്മൾ ഓരോന്നും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഫൈനലി നമ്മുടെ ഔട്ട്സൈഡിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ നമ്മൾ സ്പ്രെഡ് ഓവർ ചെയ്യാൻ പോവാണ് ഓരോ ടേംസിനും. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇന്നർ ടേം പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ദാറ്റ് ടേം പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ദാറ്റ് ടേം. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഈ ഹോൾ സ്ക്വയർ തന്നതിന് സ്പ്ലിറ്റ് ആക്കി എഴുതിയത്. അല്ലാതെ വെറുതെ ജസ്റ്റ് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക അതിന്റെ ആൻസർ, അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായില്ലേ ഏതൊക്കെ ടേംസ് ആണ് വേണ്ടതെന്നുള്ളത്. സോ ഡോ യു ബൈ ഡോ എക്സ് വേണം, ഡോ യു ബൈ ഡോ വൈ വേണം, ഡോ യു ബൈ ഡോ സെഡ് വേണം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, സോ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാം. അപ്പൊ വൈയും സെഡും കോൺസ്റ്റന്റ്. സോ മുകളിലത്തെ ടേം 3x² മൈനസ് 3yz കിട്ടും, ഡിവൈഡഡ് ബൈ x³ പ്ലസ് y³ പ്ലസ് z³ മൈനസ് 3x². അത് അങ്ങനെ തന്നെ എഴുതി z. Then ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് 1 ബൈ x³ പ്ലസ് y³ പ്ലസ് z³ മൈനസ് 3xyz അങ്ങനെ തന്നെ ഇൻറ്റു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ്. അപ്പൊ 3y² മൈനസ് 3xn. സിമിലർലി ഡോ യു ബൈ ഡോ സെഡ് എങ്ങനെ കിട്ടുക, 1 ബൈ x³ പ്ലസ് y³ പ്ലസ് z³ മൈനസ് 3xyz ഇൻറ്റു 3z² മൈനസ് 3xy. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതാണ് ഡിനോമിനേറ്റർ അല്ലെ, അതെല്ലാത്തിലും കോമൺ ആണ്. അപ്പൊ ആ കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്തൂടെ. സോ ന്യൂമറേറ്റേഴ്സ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് എഴുതി. ഓക്കെ, എന്നിട്ട് കോമൺ ആയിട്ട് ഇപ്പൊ 3 എന്ന് പറയുന്ന ടേം എല്ലാത്തിലും കോമൺ ആണ്. അപ്പൊ 3 പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റിൽ എന്താ വരിക, x² പ്ലസ് y² പ്ലസ് z² മൈനസ് xy മൈനസ് yz മൈനസ് xz. ഇതില് ഈ താഴത്തെ പോർഷൻ ഇനി ഒരു ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ പോകുന്നത്, ഡിനോമിനേറ്ററിലെ x³ പ്ലസ് y³ പ്ലസ് z³ മൈനസ് 3xyz ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഇപ്പൊ a³ പ്ലസ് b³ പ്ലസ് c³ മൈനസ് 3abc എന്ന് പറയുന്നത്, അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, a³ പ്ലസ് b³ പ്ലസ് c³ മൈനസ് 3abc എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, a പ്ലസ് b പ്ലസ് c ഇൻറ്റു a² പ്ലസ് b² പ്ലസ് c² മൈനസ് ab മൈനസ് bc മൈനസ് ca. ക്ലിയർ ആയോ? ഇതാണ് എക്സ്പ്രഷൻ. ഇത് പണ്ട് തൊട്ട് മാത്സിൽ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുള്ളതാണ് ഫോർമുല അല്ലെ. സോ ഈ x³ പ്ലസ് y³ പ്ലസ് z³ മൈനസ് 3xyz ഈ ഫോർമുല അല്ലേ, അതുകൊണ്ട് അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, x പ്ലസ് y പ്ലസ് z ഇൻറ്റു x² പ്ലസ് y² പ്ലസ് z² മൈനസ് xy മൈനസ് yz മൈനസ് xz. ഇനി ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആയി പോകും. ഓക്കെ, സെയിം ടേംസ് ആണ് വരുന്നത്. സോ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. നമുക്ക് ആകെ കൂടി കിട്ടുന്നത് എന്താ, 3 ഡിവൈഡഡ് ബൈ x പ്ലസ് y പ്ലസ് z. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഓരോന്നും ഇപ്പൊ ഈ കിട്ടിയ എക്സ്പ്രഷന്റെ വിത്ത് റെസ്പെക്ട് x കണ്ടുപിടിക്കണം, y കണ്ടുപിടിക്കണം, z കണ്ടുപിടിക്കണം, എന്നിട്ട് എല്ലാം കൂടിയിട്ട് അഗെയിൻ ആഡ് ചെയ്യണം. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു x ആദ്യം ചെയ്യാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇപ്പൊ കിട്ടിയ ഈ എക്സ്പ്രഷൻ. അപ്പൊ അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു x മാത്രം ആയതുകൊണ്ട് നമുക്ക് കിട്ടിയത് മൈനസ് 3 ബൈ x പ്ലസ് y പ്ലസ് z ഹോൾ സ്ക്വയർ. ഇനി അതായത് നമുക്കിപ്പോ 1 ബൈ x, നമുക്ക് ഇതിലത്തെ ഇപ്പോൾ ടേം എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ട് വൈയും സെഡും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ ഇപ്പൊ ഇതെങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയും വിത്ത് റെസ്പെക്ട് ടു സെഡും കിട്ടുന്ന ഫോം എന്തായിരിക്കും, മൈനസ് 3 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ മൈനസ് 3 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ. ഓക്കെ, ആ സിമിലർ ഫോമിൽ തന്നെയാണ് കിട്ടുക. സോ ചെയ്ത് നോക്കിയാൽ അത് തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പൊ നമുക്ക് ഇതുപോലെ ജനറലൈസ് ചെയ്ത് എഴുതാനും പറ്റും.
So ഇനി ഇതെല്ലാത്തിന്റെയും LHS നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എഴുതാം is equal to ഇപ്പൊ മീനിങ് എന്താ ഇപ്പൊ കണ്ടുപിടിച്ച 3 ടേംസ് ഇല്ലേ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതണം അതാണ് ഫൈനൽ ആൻസർ അല്ലെ ഇപ്പൊ -3/x + y + z whole square 3 ടൈംസ് ആഡ് ചെയ്യാം അതിന്റെ മീനിങ് എന്താ എല്ലാം ഡിനോമിനേറ്റർ സെയിം അല്ലേ സോ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം -3 -3 -3 എന്താ -9 divided by x + y + z whole square. Next one, show that the equation u of xt is equal to sin of x minus t satisfies wave equation dou square u by dou t square is equal to c square into dou square u by dou x square. അപ്പോൾ നമ്മളിത് ചോദിച്ചിട്ടുള്ളത് u തന്നിട്ടുണ്ട് in terms of x and t അല്ലേ sin of x minus t ആണ് തന്നിട്ടുണ്ട് ഇനി അത് വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണോ എന്ന് പ്രൂവ് ചെയ്യണം സോ നമുക്ക് LHS equal to RHS എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ LHS ൽ dou square u by dou t square ആണ് അപ്പോൾ u of xt നമുക്കറിയാം sin of x minus t സോ ഇവിടെ ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ടേംസാ കണ്ടുപിടിക്കേണ്ടത് dou square u by dou t square കാണണമെങ്കിൽ ആദ്യം dou u by dou t കാണണം എന്നിട്ട് again with respect to t ഡിഫറൻഷിയേറ്റ് ചെയ്യണം സോ dou u by dou t എന്ന് പറയുന്നത് എന്താ ഈ u ന്റെ ഡെറിവേറ്റീവ് with respect to t ആണ് sin എന്നുള്ളത് cos ആയിപ്പോൾ cos of x minus ct into derivative of x minus ct with respect to t ആണ് അപ്പോൾ x minus ct യുടെ with respect to t എന്ത് വരും x ന്റെ 0 ആയിപ്പോൾ minus ct യുടെ minus c ആണ് വരിക അല്ലേ അപ്പോൾ minus c into cos of x minus ct ഇനി ഇതിനെ again നമ്മൾ with respect to t ഡിഫറൻഷിയേറ്റ് ചെയ്യണം that is dou square u by dou t square അപ്പോൾ ഈ minus c കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ മാറ്റി എഴുതി into cos ന്റെ എന്താ വരിക cos ന്റെ minus sin of x minus ct into again with respect to t നമ്മൾ x minus ct യുടെ ഡെറിവേറ്റീവ് ആണ് that is minus c ഈ മൈനസ് 3 ടൈംസ് വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ സോ -3 ടൈംസ് ഉണ്ടെങ്കിൽ മൈനസ് തന്നെയാണ് ആൻസർ വരിക c എന്ന് പറഞ്ഞാൽ 2 ടൈംസ് വന്നപ്പോൾ c സ്ക്വയർ എഴുതി ഇനി sin of x minus ct that is c square into minus of ഈ മൈനസ് ജസ്റ്റ് ഉള്ളിലേക്ക് എടുത്ത് എഴുതി minus sin of x minus ct ഇനി നമുക്ക് RHS പോർഷൻ കിട്ടി അല്ലേ ഇനി LHS പോർഷൻ എന്ന് പറയുന്നത് dou square u by dou t square ആണ് അപ്പോൾ ആദ്യം നമ്മൾ dou u by dou t കാണുക എന്നിട്ട് with respect to t again ചെയ്യാം സോ അത് ഇപ്പൊ നമ്മൾ dou square u by dou t square ചെയ്തു LHS കിട്ടി കഴിഞ്ഞു സോറി LHS ചെയ്തു ഇനി RHS ചെയ്യണം അല്ലെ RHS ൽ dou square u by dou x square ആണ് വേണ്ടത് സോ ആദ്യം dou u by dou x കാണാം ഓക്കെ u with respect to x കാണാം സോ നമുക്കറിയാം sin of x minus ct യുടെ with respect to x ഡെറിവേറ്റീവ് എന്താ വരിക sin എന്നുള്ളത് ആദ്യം cos അപ്പോൾ അത് എഴുതുക cos of x minus ct ഇനി into derivative of x minus ct with respect to x ആണ് x minus ct യുടെ with respect to x വരുമ്പോൾ ഈ ടേം 0 ആയിപ്പോൾ അപ്പോൾ x ന്റെ ഡെറിവേറ്റീവ് 1 സോ അങ്ങനെ തന്നെ 1 ആണ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം തന്നെ സോ cos of x minus ct കിട്ടി ഇനി again ഈ dou u by dou x നെ with respect to x വീണ്ടും ഡെറിവേറ്റീവ് ആണ് സോ ഇവിടെ cos എന്നുള്ളത് minus sin of x minus ct ഇനി into again derivative of x minus ct with respect to x എന്താ 1 ആണ് സോ minus sin x minus ct അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ c square into dou square u by dou x square ആണ് അപ്പോൾ നമുക്ക് dou square u by dou x square എന്താ കിട്ടിയേ minus sin of x minus ct ഇനി ഇത് into c square ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് RHS ൽ ഇനി LHS ൽ എന്താ dou square u by dou t square അതിപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി c square into minus sin of x minus ct ഓക്കെ ഈ രണ്ട് ടേംസും ഈക്വൽ അല്ലേ LHS equal to RHS എന്ന് പ്രൂവ് ചെയ്തു Fifth one, if z equal to x raised to y, then find dou square z by dou x dou y. അപ്പോൾ നമുക്ക് ഇവിടെ z with respect to y ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് with respect to x ചെയ്യണം. So z equal to x raised to y ആണ് തന്നിരിക്കുന്നത്. dou z by dou y ആദ്യം കണ്ടുപിടിക്കാം. So with respect to y ആയതുകൊണ്ട് ഇവിടെ raised to y ആണുള്ളത്. x raised to y ആണുള്ളത്. So y പവർ ആയിട്ടാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഡെറിവേറ്റീവ്സിൽ d by dx of a raised to x അതായത് with respect to x ചെയ്യണമെങ്കിൽ ആ x പവർ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാൻ പറ്റും a raised to x into log a എന്ന് എഴുതണം ഓക്കെ അപ്പോൾ ഇവിടെ x raised to y ന്റെ ഒപ്പം എന്താ വരിക അതായത് x raised to y into log x എന്ന് എഴുതണം ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ഇക്വേഷൻസ് ചിലപ്പോൾ പ്രോബ്ലംസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് കുറച്ച് ഫീൽ ചെയ്യും ജനറൽ ഫോം ക്ലിയർ ആയി പഠിച്ചു വെക്കുക അപ്പോൾ ഇവിടെ x raised to y ആണ് y പവറിലാണ് വിത്ത് റെസ്പെക്ട് ടു y ആണ് നമുക്ക് ഡെറിവേറ്റീവ് കാണേണ്ടത് അതുകൊണ്ടാണ് x raised to y ആ ടേം അതെന്താണ് അത് തന്നെ എഴുതുക ഇൻറ്റു ലോഗ് ഓഫ് x എഴുതുക ഓക്കെ ഈ x എന്ന് പറയുന്നത് ബേസ് ആണ് അപ്പോൾ x raised to y into log x നമുക്ക് കിട്ടി ഇനി dou square z by dou x dou y എങ്ങനെ കാണാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു x അതായത് ഈ dou z by dou y നെ
വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ചെയ്യുക, അതായത് ഡോ ബൈ ഡോ എക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ കിട്ടും ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഫംഗ്ഷൻ, അതായത് എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ്, ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ രണ്ടിലും എക്സ് ഇല്ലേ, എക്സ് റേസ് ടു വൈയിലും എക്സ് ഉണ്ട്, ലോഗ് എക്സിലും എക്സ് ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ റൂൾ പ്രകാരം ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു വൈ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പറയുമ്പോൾ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1/x പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അപ്പോൾ ലോഗ് എക്സ് അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു വൈ. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ബേസിന്റെ ആണ് നമുക്ക് ഡെറിവേറ്റീവ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ. അതേപോലെ ഇവിടെ എന്നിന് പകരം എന്ത് വന്നു, വൈ വന്നു, അത്രേ ഉള്ളൂ. സോ വൈ ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് 1, ഇത്രേ ഉള്ളൂ, കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളപ്പോ ഓൾറെഡി ഇപ്പൊ പവറിലാണ് വന്നിരിക്കുന്നത്, അപ്പൊ എക്സ് റേസ് ടു വൈ എന്നിട്ട് ഡോ ബൈ ഡോ വൈ ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇത് തന്നെ എഴുതിയിട്ട് എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് എഴുതണം. ഓക്കെ, അപ്പൊ അവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ, ബേസ് ആണ്, അപ്പൊ ലോഗ് ഓഫ് ബേസ് ആണ് വരിക. ഇനി അഗെയിൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റേസ് ടു വൈ ആണെങ്കിൽ എന്ത് എഴുതണം, ഇതിപ്പോ നമ്മൾ സാധാരണ എക്സ് റേസ് ടു എന്നിന്റെ ചെയ്യാറില്ല, അതേപോലെ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 പകരം y x raised to y minus 1. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും കൺഫ്യൂഷൻ ആവാതെ പഠിച്ചു വെക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് അഗെയിൻ x raised to y by x പറയുമ്പോൾ എന്താ, എക്സിന്റെ പവേഴ്സ് നോക്കുക, x raised to y ഡിവൈഡഡ് ബൈ x ആണ്, അപ്പൊ ഇവിടെ x raised to 1 ആണ്. സോ ഇനി നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോൾ ഈ എക്സിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ x raised to minus 1 ആയി, എന്നിട്ട് ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്ത് എന്ത് കിട്ടും, x raised to y minus 1. ഓക്കെ, അതാണ് ഫസ്റ്റ് ടേം. അപ്പൊ x raised to y minus 1 കിട്ടി, പ്ലസ് ഇനി ബാക്കി ടേംസ് എങ്ങനെയാ, y ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് 1 ഇൻറ്റു ലോഗ് എക്സ്, അത് അങ്ങനെ തന്നെ എഴുതി. അപ്പൊ ഇവിടെ എക്സ് റേസ് ടു വൈ മൈനസ് 1 രണ്ടിലും കോമൺ ആണ്, അത് പുറത്തേക്ക് എടുത്തു, ഇൻറ്റു 1 പ്ലസ് വൈ ലോഗ് എക്സ് കിട്ടും. നെക്സ്റ്റ് ടോപ്പിക്, ചെയിൻ റൂൾസ് ഫോർ ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിന്റെ ചെയിൻ റൂൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതില് രണ്ട് ടൈപ്സ് പറയുന്നുണ്ട്, ഒന്ന് കംപ്ലീറ്റ് ഡെറിവേറ്റീവ്സിന്റെ പറയുന്നുണ്ട്, പിന്നെ ഒന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ഡെറിവേറ്റീവ്സിന്റെ നോക്കാം. അതായത് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആണ്, ആദ്യം 2 വേരിയബിൾസ് കൺസിഡർ ചെയ്യാം. ഇഫ് z ഓഫ് എക്സ് വൈ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് വൈ, അതായത് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി, ഇതിന്റെ മീനിങ് എന്താ, എക്സ് എന്ന് പറയുന്നത് ടീനെ ഡിപ്പെൻഡ് ചെയ്യണം, വൈയും ടീനെ ഡിപ്പെൻഡ് ചെയ്യണം, മനസ്സിലായോ. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ഓഫ് ടി ആണ്. ഇനി z എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ആൻഡ് വൈ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ z എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഓൺ എക്സ് ആൻഡ് വൈ ആണ്. ഇനി ഈ എക്സും വൈയും ഡിപ്പെൻഡന്റ് ഓൺ ടി ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് dz by dt എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഡോ z by ഡോ എക്സ് ഇൻറ്റു dx by dt പ്ലസ് ഡോ z by ഡോ y ഇൻറ്റു dy by dt. ഓക്കെ, അപ്പോൾ ആദ്യം z വിത്ത് റെസ്പെക്ട് ടു x അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇൻറ്റു dx by dt. ഇവിടെ ഇപ്പൊ നമുക്ക് dx by dt നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, കാരണം x എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് അപ്പോൺ t ആണ് അല്ലെ. അപ്പൊ നമ്മൾ dx by dt എന്ന് എഴുതി. പക്ഷെ നമ്മൾ z എന്ന് പറയുന്നത് പാർഷ്യലി ഡിഫറൻഷ്യബിൾ ആണ്, എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് dz by dt പറയുന്നത് എന്താ, d എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്, ഡോ പറയുന്നത് പാർഷ്യൽ. അപ്പൊ dz by dt നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആദ്യം z വിത്ത് റെസ്പെക്ട് ടു t ആണ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് z ഡിപ്പെൻഡ്സ് ഓൺ x ആൻഡ് y ആണ്, പക്ഷെ x ആൻഡ് y ഡിപ്പെൻഡ്സ് ഓൺ t. ഇനി z വിത്ത് റെസ്പെക്ട് ടു t ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡോ z by ഡോ x ഇൻറ്റു dx by dt പ്ലസ് ഡോ z by ഡോ y ഇൻറ്റു dy by dt. പ്രോബ്ലംസ് ചെയ്താൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് ആണെങ്കിലോ, അതായത് w is equal to f of x y z ആണ്, which is differentiable at x of t y of t z of t. അങ്ങനെയാണെങ്കിൽ w is also differentiable at t. ഓക്കെ, അപ്പൊ w നെ നമുക്ക് t യിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ, dw by dt is equal to ഇനി ഡോ, അതായത് ഡോ w by ഡോ x ഇൻറ്റു dx by dt പ്ലസ് ഡോ w by ഡോ y ഇൻറ്റു dy by dt പ്ലസ് ഡോ w by ഡോ z ഇൻറ്റു dz by dt. ഇനി ചെയിൻ റൂൾ ഫോർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് ഡെറിവേറ്റീവ്സിന്റെ കേസിലാണ്. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കേസിൽ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആദ്യം നോക്കാം. ഇഫ് z equal to f of x y, it is differentiable at the point x of uv യും y of uv യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ z എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറഞ്ഞത്,
f of xy ആണ്. അതായത് z ഡിപ്പെൻഡ്സ് അപ്പോൺ x ആൻഡ് y. ഓക്കെ, ഇനി ഈ എക്സും വൈയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇത് രണ്ടും എന്തിനെ ഡിപ്പെൻഡന്റ്? യുവിനെയും വിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് അല്ല എടുക്കാൻ പറ്റുക, പകരം എന്താ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. സോ z നമ്മൾ ഇൻ ടേംസ് ഓഫ് u ആൻഡ് v നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡോ z ബൈ ഡോ യു ഇസ് ഈക്വൽ ടു എല്ലാം ഡോ എടുക്കണം. കാരണം എന്താ, ഇവിടെ ഇപ്പോ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി ആണ്. ക്ലിയർ ആയോ? അല്ലാതെ കംപ്ലീറ്റ്ലി അപ്പോൺ ടി അങ്ങനെയല്ല. അപ്പൊ യുവിനെ വിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡോ സെഡ് ബൈ ഡോ യു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. അതേപോലെ ഡോ സെഡ് ബൈ ഡോ വി എന്ന് പറയുന്നത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി. ക്ലിയർ ആയല്ലോ? ഇനി ഫംഗ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ് ആണെങ്കിൽ അഗെയിൻ 3 വേരിയബിൾസ് ആണ് വന്നത് എക്സ് വൈ സെഡ്. അപ്പൊ ഈ ടേംസ് എക്സ്ട്രാ ഒരെണ്ണം കൂടി കൂടും. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഫോർമുല അതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ യു എന്ന് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു. ഇത് നോക്കിയാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അല്ലെ. അപ്പൊ ഇവിടെയും ഡോ എക്സ് ഇവിടെയും ഡോ എക്സ്. അപ്പൊ ടോട്ടൽ നമ്മൾ ശരിക്കും ചെയ്യുന്ന ഡോ ഡബ്ല്യു ബൈ ഡോ യു അല്ലെ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുക. അതേപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ വിയും അങ്ങനെ തന്നെ. ഓക്കെ, ഇനി എക്സ് വേരിയബിൾ ചെയിൻ റൂൾ. എക്സ് വേരിയബിൾ ചെയിൻ റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പൊ സപ്പോസ് n വേരിയബിൾസ് ഉണ്ട്, x1 x2 എക്സെട്ര അപ് ടു xn. ഇപ്പൊ w എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ഈ പറയുന്ന n വേരിയബിൾസ് ആണ്. ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾസ് x1 x2 എക്സെട്ര xn, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഓഫ് t. ഓക്കെ, അപ്പോ ഈ എഫ് നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്ന w എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾസ് ആണ്, അതായത് x1 x2 എക്സെട്ര xn. പക്ഷെ ഈ പറയുന്ന n വേരിയബിൾസ് അതായത് x1 അപ് ടു xn എന്ന് പറയുന്ന n വേരിയബിൾസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? t എന്ന് പറയുന്നതിന് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ dw ബൈ dt എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അതായത് w is differentiable at t. എങ്ങനെയാണ്? ഡോ ഒമേഗ ബൈ ഡോ x1 ഇൻറ്റു dx1 ബൈ dt. നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ്സിന്റെ പറഞ്ഞില്ലേ, അവിടെ ഇപ്പൊ നമ്മൾ എക്സ് വൈ സെഡ് അങ്ങനെയല്ല പറഞ്ഞത്, എക്സ് വൈ അല്ലെങ്കിൽ എക്സ് വൈ സെഡ്. ഇവിടെ ഇപ്പൊ അതിന് പകരം x1 x2 എക്സെട്ര xn ആണ്, n വേരിയബിൾസ് ആണ്, അത്രേ ഉള്ളൂ. സെയിം ഫോർമുല തന്നെ ഡോ w ബൈ ഡോ x1 ഇൻറ്റു dx1 ബൈ dt ആണ് എടുത്തത്. കാരണം എന്താ, ഈ x1 എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ t ഓൺലി അല്ലെ. അതേപോലെ ബാക്കി ടേംസും x2ഉം xnന്റെയും ബാക്കി ടേംസും. ലാസ്റ്റ് ടേം ഡോ w ബൈ ഡോ xn ഇൻറ്റു dxn ബൈ dt. ഇനി ഇതിന്റെ ബേസിസിലുള്ള പ്രോബ്ലംസ് നോക്കാം. Find the derivative of z is equal to square root of 1 plus x minus 2xy raised to 4 with respect to t along the path x equal to log t y equal to 2t. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് z കാണാം. വിത്ത് റെസ്പെക്ട് ടു t ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ z ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ t ആണോ? അല്ല. z എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y ആണ് തന്നിരിക്കുന്നത്. പക്ഷെ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് t ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മളിപ്പോ കംപ്ലീറ്റ് ഡെറിവേറ്റീവ്സിന്റെ പറഞ്ഞില്ലേ, അതാണ് യൂസ് ചെയ്യേണ്ടത്. 2 വേരിയബിൾസ് ആണ്, ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആണ്. അപ്പൊ ആ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് കാണേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു t. സോ dz ബൈ dt കണ്ടുപിടിക്കണം. അപ്പൊ dz ബൈ dt നമുക്ക് ഫോർമുല അറിയാം, ഡോ z ബൈ ഡോ x ഇൻറ്റു dx ബൈ dt എടുക്കണം. കാരണം x എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ t ആണ്. ഇനിയിപ്പോ സപ്പോസ് മോർ ദാൻ t വേറെ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഡോ z ബൈ ഡോ x ഇൻറ്റു dx ബൈ dt പ്ലസ് അതേപോലെ ഡോ z ബൈ ഡോ y ഇൻറ്റു dy ബൈ dt. ഇനി ഇതിൽ ഡോ z ബൈ ഡോ x എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 2xy റേസ് ടു 4. ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു x ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ടേം ചെയ്യണം അല്ലെ. അപ്പോൾ ഈ ടേം ചെയ്യണമെങ്കിൽ നമുക്കറിയാം എപ്പോഴും സ്ക്വയർ റൂട്ട് ഓഫ് എക്സിന്റെ എന്താ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ് ആണ് അല്ലെ. എന്നിട്ട് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഈ ടേം ചെയ്യണം. അപ്പൊ അതേപോലെ ഈ റൂട്ട് ആ ഹോൾ ടേം എന്ന് പറയുന്നത് എന്താ 1 ബൈ 2 റൂട്ട് ദാറ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഈ റൂട്ടിന്റെ ഉള്ളിലത്തെ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഏതാ നമ്മൾ ചെയ്യണം? എക്സ് ആണ്. അപ്പൊ ഏതാ വരിക? എക്സ് ഈ ടേമിന്റെ ഈ രണ്ട് ടേംസിന്റെ മാത്രം ചെയ്താൽ മതി. കാരണം 1ന്റെ 0 ആവും, എക്സിന്റെ 1 ആവും, പിന്നെ മൈനസ് 2 ഇൻറ്റു y കോൺസ്റ്റന്റ് അല്ല, അപ്പൊ 2y റേസ് ടു 4. ക്ലിയർ ആയല്ലോ? അതാണ് ഫസ്റ്റ് ടേം. ഇനി ഇൻറ്റു dx ബൈ dt പറയുന്നത് എന്താ? dx എന്ന് പറയുന്നത് ഇപ്പൊ x ഇക്വൽ ടു ലോഗ് t ആണ് അല്ലെ. അപ്പൊ dx ബൈ dt എന്താ വരിക? ലോഗ് ടിയുടെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ t. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം.
ആദ്യം നമ്മൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് z എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 2x/4 അല്ലെ. അപ്പൊ റൂട്ട് എക്സിന് നമുക്കറിയാം 1/2 റൂട്ട് എക്സ് ആണ്. അപ്പൊ നമ്മൾ 1/2 റൂട്ട് ഇവിടെ എക്സിന് പകരം എന്താ ഉള്ളത് 1 പ്ലസ് എക്സ് മൈനസ് 2x/4 ഈ ടേം കിട്ടിയല്ലോ. ഇനി ഇൻറ്റു കഴിഞ്ഞിട്ടില്ല ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആ റൂട്ടിന്റെ ഉള്ളിലത്തെ ടേം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 1ന്റെ 0 ഇപ്പം എക്സിന്റെ 1 വരും അല്ലെ. ഇത് ഇൻറ്റു ആണ്. എക്സിന്റെ 1 വരും മൈനസ് 2x/4 വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്താ മൈനസ് 2y/4. ഓക്കെ, അതാണ് ഈ ടേം കിട്ടിയത്. ഇത്രയും ഈ ഒരു പോർഷൻ അങ്ങനെയാണ് കിട്ടിയത്. ഇനി 1/t എങ്ങനെയാ വന്നത്? നമുക്ക് dx/dt എന്ന് പറയുന്നത് എന്താ x = log t അല്ലേ. അപ്പൊ dx/dt എന്താ 1/t. ഓക്കെ, ഇനി അതേപോലെ ഡോ സെഡ് ബൈ ഡോ y കാണാം. അപ്പോൾ അഗെയിൻ റൂട്ട് എക്സിന്റെ പോലെ 1/2 റൂട്ട് എക്സ് എഴുതി. എക്സിന് പകരം 1 പ്ലസ് എക്സ് മൈനസ് 2x/4. ഇനി ആ റൂട്ടിന്റെ ഉള്ളിലത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇവിടെ എന്താ ചെയ്യേണ്ടത് y ആണ് ചെയ്യേണ്ടത്. സോ 1 പ്ലസ് എക്സ് മൈനസ് 2x/4ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എന്താ 1ന്റെ 0 പോവും എക്സിന്റെ 0 പോവും. ഇനി y/4ന്റെ എന്താ വരിക? അപ്പൊ മൈനസ് 2x/4 ഉണ്ട് അല്ലെ. അപ്പൊ മൈനസ് 2x ഇൻറ്റു y/4ന്റെ എന്ത് വരും 4y³ വരും. ഈ 2 × 4 എന്ന് പറയുന്നത് എന്താണ് 8 ആണ് അല്ലെ. അപ്പൊ മൈനസ് 8xy³ കിട്ടും. അതാണ് ഇവിടെ മൈനസ് 8xy³. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി ഇൻറ്റു dy/dt. dy/dt എന്താ y = 2t ആണ്. അപ്പൊ dy/dt എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. ക്ലിയർ ആയി? ആ 2 ആണ് ഇവിടെ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ 8ഉം 2ഉം അഗൈൻ 16 ആയിട്ട് എഴുതി. ഇവിടെ ഈ മൈനസ് 8ഉം പിന്നെ 2ഉം നമുക്ക് മൈനസ് 16 ആയിട്ട് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ഉണ്ടോ നോക്കുക. ക്യാൻസൽ ചെയ്യാനുള്ളതെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ടേം കോമൺ ആണ് അല്ലെ. 1/2 അടക്കം 1/2 റൂട്ട് ഓഫ് ഈ റൂട്ടിന്റെ ഉള്ളിലത്തെ ടേം ഇല്ലേ അത് രണ്ട് കേസിലും കോമൺ ആണ്. അത് ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, ആ ടേം ആണ് പുറത്ത് എഴുതിയിരിക്കുന്നത്. ബാക്കി ടേംസ് 1/t ഇൻറ്റു 1 മൈനസ് 2y/4. ഇനി മൈനസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൈനസ് 8 × 2 16 ചെയ്തില്ലേ മൈനസ് 16xy³ ഇതിങ്ങനെ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ t എന്ന് പറയുന്ന ടേം ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്തു. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ടേമിനെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്തു ഡിവൈഡ് ബൈ കോമൺ ആയിട്ട് t എഴുതി. സോ 1 മൈനസ് 2y/4 അത് അങ്ങനെ തന്നെ എഴുതി. മൈനസ് 16xy³ കൂടെ ഒരു t വരും. ഓക്കെ, മൈനസ് 16xy³ ഹോൾ ബൈ t കിട്ടി. ഇനി നമ്മൾ ഫൈനലി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഹോൾ ഇൻ ടേംസ് ഓഫ് t ആക്കണം. കാരണം എന്താ നമ്മുടെ അടുത്ത് ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു t ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. അപ്പോൾ ഇൻ ടേംസ് ഓഫ് t മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എല്ലാ ടേംസും. അപ്പൊ അത് കാരണം എക്സും വൈയും എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇൻ ടേംസ് ഓഫ് t ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x = log t അല്ലേ, y = 2t ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ x = log t യും ഇവിടെ log t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y = 2t ആണ്. സോ 2t⁴ എന്ന് പറയുമ്പോൾ എന്താ 16t⁴. ക്ലിയർ ആയല്ലോ? ഇനി ബാക്കി ടേംസ് അഗെയിൻ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ എല്ലാ ടേംസിനും ഇൻ ടേംസ് ഓഫ് t കൊടുക്കുക. y/4 പറഞ്ഞാൽ 2t⁴ അതായത് 16t⁴. പിന്നെ ഇവിടെ ഒരു xy³ വരുന്നുണ്ട്. x പറഞ്ഞാൽ log t ആണ്, y³ പറഞ്ഞാൽ 2t⁴ അതായത് 8t³. അങ്ങനെ ഓരോ ടേംസും എല്ലാം ഇൻ ടേംസ് ഓഫ് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഫൈനലി സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതി. അതായത് 1 മൈനസ് ഇവിടെ ഇപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, ഓരോ ടേംസ് ഗ്രൂപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് 32t⁴ മൈനസ് 128t⁴ log t ഡിവൈഡഡ് ബൈ 2t ഇൻറ്റു ഈ t എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ലാസ്റ്റ് ആണ്. t ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് log t മൈനസ് 2 ഈ 2 ഇൻറ്റു 16 എന്ത് ചെയ്തു 32 കിട്ടി. 32t⁴ log t. ഓക്കെ, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് എഴുതി അത്രേ ഉള്ളൂ. Second question, let w is equal to square root of x² plus y² plus z². X = cos theta, y = sin theta, z = tan theta. Find dw by d theta at theta = π/4. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് dw by d theta ആണ് കാണേണ്ടത് അല്ലെ. w in terms of x, y, z തന്നിട്ടുണ്ട് and x, y, z in terms of theta തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കംപ്ലീറ്റ് ഡെറിവേറ്റീവിന്റെ കേസിൽ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അത് അപ്ലൈ ചെയ്യാം. ഇത് dw by d theta എങ്ങനെ കാണാൻ പറ്റും? ആദ്യം ഓരോന്നും w വിത്ത് റെസ്പെക്ട് ടു x പിന്നെ y z ചെയ്യണം അല്ലെ. അപ്പൊ ഡോ w by ഡോ x into dx by d theta
plus dou w by dou y into dy by d theta plus dou w by dou z into dz by d theta. ഇതിലത്തെ ഓരോ ടേംസ് അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് ഡോ w by dou x കണ്ടുപിടിക്കണം അല്ലേ. ഡോ w by dou x എന്ന് പറയുന്നത് ഇത് വിത്ത് റെസ്പെക്ട് ടു x പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാം. നേരത്തെ ചെയ്ത പോലെ തന്നെ റൂട്ട് എക്സിന്റെ എന്താ 1/2 റൂട്ട് എക്സ്. ഇനി ഈ റൂട്ടിന്റെ ഉള്ളിലത്തെ ബ്രാക്കറ്റിനുള്ളിൽ ആ റൂട്ടിന്റെ ഉള്ളിലത്തെ ടേമിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണാം. അത് നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x. വൈന്റെ സെഡിന്റെ 0 ആയിപ്പോകും. സോ ആ 2x എഴുതി. ഇനി ഇൻറ്റു വേറെന്താ വേണ്ടത് dx by d theta വേണം അല്ലെ. ഇവിടെ ഇപ്പൊ dx by d theta എന്ന് പറയുന്നത് എന്താണ് x എന്ന് പറയുന്നത് എന്താ തന്നിരിക്കുന്നത് cos theta. അപ്പൊ dx by d theta എന്താ മൈനസ് sin theta. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം ഡോ w by dou y. അപ്പൊ അഗെയിൻ 1/2 റൂട്ട് x square plus y square plus z square into with respect to y ആയതുകൊണ്ട് 2y വന്നു. ഇനി ഇൻറ്റു എന്ത് വേണം dy by d theta അതായത് sin theta യുടെ ഡെറിവേറ്റീവ് cos theta പ്ലസ് ലാസ്റ്റ് ടേം അഗെയിൻ നമുക്ക് ഡോ w by dou z കൊണ്ട് 1/2 റൂട്ട് x square plus y square plus z square into 2z അല്ലെ, കാരണം z ന്റെ മാത്രമല്ലേ 2z into ഇനി ഡെറിവേറ്റീവ് ഓഫ് അതായത് dz by d theta വരും. അതായത് tan theta യുടെ ഡെറിവേറ്റീവ് എന്താ നമുക്കറിയാം sec square theta. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം പുറത്തേക്ക് എടുത്തു. 2 divided by 2 root of x square plus y square plus z square കോമൺ ആണ്. എല്ലാം 3 ടേംസ് അത് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി ടേംസ് മാത്രം ഉള്ളിൽ എഴുതി. മൈനസ് എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ പ്ലസ് സെഡ് സീ സ്ക്വയർ തീറ്റ. ഇതില് എക്സ് ഇനി ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഇൻ ടേംസ് ഓഫ് തീറ്റ ആക്കണം അല്ലെ. അപ്പോൾ എക്സും വൈയും സെഡും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് കോസ് തീറ്റ വൈ സൈൻ തീറ്റ ആൻഡ് സെഡ് ടാൻ തീറ്റ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെയും ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യണം. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ ഉള്ളിൽ ക്യാൻസൽ ചെയ്യാതെ ഇപ്പൊ മൈനസ് എക്സ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ, വൈ കോസ് തീറ്റ പറഞ്ഞാൽ സൈൻ തീറ്റ കോസ് തീറ്റ, ആ രണ്ട് ടേംസ് ക്യാൻസൽ ആയിപ്പോ. പിന്നെ വരുന്നത് സെഡ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ അങ്ങനെ എഴുതി. ഇനി ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ആണ്, പിന്നെ വൈ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, സെഡ് സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ. ഈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ് നമുക്കറിയാം. അപ്പൊ 1/√ of 1 plus tan square theta into tan theta into sec square theta. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തീറ്റ = π/4 വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എവിടെയെല്ലാം തീറ്റ ഉണ്ട് അവിടെ π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി tan π/4 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും 1 വരും, ഇതിലും 1 വരും. ഇനി sec square π/4 അതായത് sec π/4 √2 ആണ്. അപ്പൊ √2 ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ. അപ്പൊ 1/√ of 1 plus 1 into tan π/4 1 ആണ് into sec π/4 √2 ആണ്. അത് സ്ക്വയർ ആയതുകൊണ്ട് √2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 1 ഇതെന്ന് പറയുന്നത് 2 അല്ലേ. അപ്പൊ 1/√2 into 1 into √2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ √2 ഹോൾ സ്ക്വയർ ഒരു റൂട്ടും ക്യാൻസൽ ആയി. അപ്പൊ പിന്നെ വരുന്നത് എന്താണ് ഇവിടെ ഓൾറെഡി √2. ഇപ്പൊ √2 മുകളിൽ സ്ക്വയർ ഉണ്ട്, താഴെ ഒരു റൂട്ട് ഉണ്ട്, അത് ക്യാൻസൽ ആയി. അപ്പൊ ആകെ കൂടി ഒരു റൂട്ട് വരുള്ളൂ. അതാണ് ഫൈനൽ ആൻസർ. Third question, let f be a differentiable function of 3 variables and suppose that w is equal to f of x minus y, y minus z, z minus x. Show that dou w by dou x plus dou w by dou y plus dou w by dou z is equal to 0. Okay, ഈ 3 ടേംസ് കാണണം, അതിന്റെ സമ്മ് 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് w in terms of എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ x minus y, y minus z, z minus x. അതിന്റെ മീനിങ് നമുക്ക് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് x y z അല്ല തന്നിരിക്കുന്നത്, പകരം ആ രണ്ട് വേരിയബിൾസിന്റെ ടേംസ് ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണ്. ലെറ്റ് r is equal to x minus y, sorry, let r is equal to x minus y, s equal to y minus z and t is equal to z minus x. അങ്ങനെയാണെങ്കിൽ ഡോ w by ഡോ x എന്ന് പറയുന്നത് എന്താവും? നമുക്കറിയാം w with respect to x ചെയ്യണം അല്ലെ. w with respect to x ചെയ്യണം. ഡോ w by ഡോ r into ഡോ r by ഡോ x plus ഡോ w by ഡോ t into ഡോ t by ഡോ x. ഇതെന്താ കാരണം? നമ്മളിപ്പോൾ ഓൾറെഡി ഈ f of x minus y, y minus z, z minus x നെ in terms of other variables അതായത് r, s, t ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ x minus y അല്ല, രണ്ട് ടേംസിന്റെ അതല്ല, അതുകൊണ്ടാണ് നമ്മൾ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യുന്നത്. in terms of r, s, t നമ്മൾ ഈ x, y, z കൊടുത്തു. ഓക്കെ, അപ്പോൾ അഗെയിൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പോലെ അല്ലെ. അപ്പോൾ r, s, t അപ്പോൾ ഇൻ ടേംസ് ഓഫ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു x കാണണമെങ്കിൽ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു നമ്മൾ s നമുക്ക് കൊടുത്തിരിക്കുന്ന r, s, t ആ ടേംസ് കാണണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് f of r, s, t ആണ് അല്ലെ.
ഈ r എന്ന് പറയുന്നത് x minus y ആണ്, s എന്ന് പറയുന്നത് y minus z ആണ്, and t എന്ന് പറയുന്നത് z minus x ആണ്. അപ്പോൾ ഒന്ന് ഇറേസ് ചെയ്തോട്ടെ. സോ ആദ്യം നമുക്ക് ഡോ w ബൈ ഡോ എക്സ് ആണ് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡോ w ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് w വിത്ത് റെസ്പെക്ട് ടു നമുക്ക് എക്സ് കാണാം. ഇപ്പൊ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ആർ എസ് ടി ആണ് അല്ലെ. അപ്പോൾ ആദ്യം ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. കാരണം ആറും എസും ടി ആണ് ഇപ്പോൾ എക്സും വൈയും സെഡിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ഇവിടെ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എസ് എഴുതിയിട്ടില്ല, എഴുതാം. കാരണം വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ടേം ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു എസ് നമ്മൾ എഴുതാഞ്ഞത്. ക്ലിയർ ആയല്ലോ? കാരണം ആ ഒരു ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടാലും സീറോ ആയിപ്പോകും. അതുകൊണ്ട് എടുത്ത് എഴുതിയില്ല എന്നുള്ളൂ. എടുത്ത് എഴുതിയാലും തെറ്റില്ല, ആ ടേമിനെ സീറോ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഇനി ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടെ ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറയാൻ കാരണം ഇവിടെ ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഡി ആർ ബൈ ഡി എക്സ് അല്ല എടുത്തിരിക്കുന്നത്, പകരം എന്താ ഡോ ആർ ബൈ ഡോ എക്സ് ആണ് എടുത്തിരിക്കുന്നത്. എന്താ കാരണം? കാരണം ആർ എന്ന് പറയുന്നത് എക്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യണത് അല്ല, പകരം എക്സ് ആൻഡ് വൈ രണ്ട് വേരിയബിൾസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല, ഡി ആർ ബൈ ഡി എക്സ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡോ ആർ ബൈ ഡോ എക്സ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഓക്കെ, ഇനി ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പറയുമ്പോൾ ഈ ആർ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ്. ഇനി ഡോ ആർ ബൈ ഡോ എക്സ് എന്താ വരിക? 1. അതായത് ഈ വൈയുടെ ടേം എന്താവും? 0 ആയിപ്പോവും. എക്സിന്റെ ഡെറിവേറ്റീവ് 1. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ 1 എന്നുള്ള ടേം കിട്ടും. അടുത്തത് ഡോ w ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. ടി എന്ന് പറയുന്നത് z മൈനസ് എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് -1 കിട്ടും. z-ന്റെ ടേം 0 ആയിപ്പോവും. സോ -1 കിട്ടും. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ, അതായത് ഡോ w ബൈ ഡോ എക്സ് നമുക്ക് എന്തായിട്ട് കിട്ടി? ഡോ w ബൈ ഡോ ആർ മൈനസ് ഡോ w ബൈ ഡോ ടി. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇതേപോലെ ബാക്കി ഡോ w ബൈ ഡോ വൈയും ഡോ w ബൈ ഡോ സെഡും കണ്ടുപിടിക്കണം. അപ്പൊ അതേപോലെ തന്നെ ഡോ w ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താ? ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് ഡോ w ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ വൈ. ഇനി ഇവിടെ നമ്മൾ ആറും എസും മാത്രമേ എടുത്തിട്ടുള്ളൂ, ടി എടുത്തിട്ടില്ല. കാരണം ടിയുടെ ടേമിൽ ഈ ഒരു വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡോ w ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് -1 കിട്ടും. ഡോ എസ് ബൈ ഡോ വൈ 1 കിട്ടും. സോ അഗെയിൻ വേറൊരു ഇക്വേഷൻ കിട്ടി, മൈനസ് ഡോ w ബൈ ഡോ ആർ പ്ലസ് ഡോ w ബൈ ഡോ എസ്. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഡോ w ബൈ ഡോ സെഡും കിട്ടും. അതായത് ഡോ w ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ സെഡ് പ്ലസ് ഡോ w ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ സെഡ്. അഗെയിൻ ഇവിടെ നമ്മൾ എസും ടിയെ കൺസിഡർ ചെയ്തിട്ടു, ആറ് കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം ആറില് ഈ z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ല, അതുകൊണ്ട്. അപ്പൊ ഡോ w ബൈ ഡോ എസ് ഇൻറ്റു -1 പ്ലസ് ഡോ w ബൈ ഡോ ടി ഇൻറ്റു 1 ആണ്. ഓക്കെ, സോ ഇതിന് എങ്ങനെ കിട്ടി? മൈനസ് ഡോ w ബൈ ഡോ എസ് പ്ലസ് ഡോ w ബൈ ഡോ ടി. ഇത് തേർഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി LHS 3 ആഡ് ചെയ്ത് എന്താ കിട്ടുക? അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ അല്ലെ. അപ്പോൾ RHS അതേപോലെ ആഡ് ചെയ്യാം. എല്ലാ RHSും ഇപ്പോൾ LHS ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LHSൽ ഡോ w ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഡോ വൈ പ്ലസ് ഡോ w ബൈ ഡോ സെഡ്, ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ഈ ടേംസ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്നുള്ളത് പ്രൂവ് ചെയ്തു അല്ലെ. എല്ലാ ടേംസും ക്യാൻസൽ ആക്കും. ഡോ w ബൈ ഡോ ആറും മൈനസ് ഡോ w ബൈ ഡോ ആറും വരും. ഓക്കെ, അതേപോലെ എല്ലാം ഓപ്പോസിറ്റ് ടേംസ് വരും. സോ ഇതെല്ലാം കൂടി ക്യാൻസൽ ആവും. സോ നമുക്ക് ആൻസർ 0 ആണ് കിട്ടുക. Fourth question, if w is equal to 4x square plus 4y square plus z square, x is equal to rho sin phi cos theta, y is equal to rho sin phi sin theta, and z equal to rho cos phi, find dou w by dou rho, dou w by dou theta, and dou w by dou phi. അപ്പോൾ നമുക്ക് w in terms of എന്താ തന്നിരിക്കുന്നത്? x y z, അതായത് f of x y z ആണ് w തന്നിരിക്കുന്നത് in terms of x y z. പക്ഷേ x ഉം y ഉം z ഉം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? റോ ആൻഡ് ഫൈ, റോ ഫൈ തീറ്റ, ഈ 3 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? w ഇൻ ടേംസ് ഓഫ് റോ ഫൈ തീറ്റ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കറിയാം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഫോർമുല ഡെറിവേഷൻ ആണ് ചെയ്യേണ്ടത്. സോ ആദ്യത്തെ ടേം എന്താ? ഡോ w ബൈ ഡോ റോ. ഓക്കെ, ഡോ w ബൈ ഡോ റോ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഡോ w ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി റോ എന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം എക്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റോ ഫൈ തീറ്റ, അതിനെ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സിംഗിൾ വേരിയബിളിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഡി എക്സ് ബൈ ഡി റോ എടുക്കാൻ പറ്റില്ല, പകരം ഡോ എക്സ് ബൈ ഡോ റോ. ഓക്കെ, അപ്പൊ ഡോ എക്സ് ബൈ ഡോ റോ, ഇത് ഓരോ ടേംസും കണ്ടുപിടിക്കണം.
പ്ലസ് നെക്സ്റ്റ് ടേം എന്താ വരിക ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ റോ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ റോ. ഇതിലത്തെ ഓരോ ടേംസും കണ്ടുപിടിക്കണം. ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. ഫസ്റ്റ് ടേമിൽ ഈ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ആദ്യം എന്താ വരിക ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ വൈയും സെഡും കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ടേംസ് ഒന്നും വരില്ല. പകരം 4x² ടേം മാത്രം വരും. അതെന്താ 4 ഇൻറ്റു 2x, അതായത് 8x എന്നുള്ള ടേം വരും. സോ അതാണ് 8x ഇൻറ്റു ഇനി നെക്സ്റ്റ് ടേം ഡോ എക്സ് ബൈ ഡോ റോ ആണ്. അപ്പോൾ എക്സ് വിത്ത് റെസ്പെക്ട് ടു റോ ചെയ്യുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കറിയാം ബാക്കി ഫൈയും തീറ്റയും കോൺസ്റ്റന്റ് ആക്കി വെക്കണം. വിത്ത് റെസ്പെക്ട് ടു റോ ചെയ്യുമ്പോൾ അത് 1 വരും. ബാക്കി ടേംസ് എന്താ സൈൻ ഫൈ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ അതാണ് ഫസ്റ്റ് ടേം വരിക 8x സൈൻ ഫൈ കോസ് തീറ്റ. അതേപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ റോ നമുക്ക് എന്ത് കിട്ടും 8y സൈൻ ഫൈ സൈൻ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ റോ എന്ത് കിട്ടും 2z കോസ് ഫൈ. ഇനി ഇതിൽ ചെറിയൊരു റീ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഈ എക്സും നേരത്തെ പറഞ്ഞ പോലെ എക്സും വൈയും സെഡും എല്ലാം ഇൻ ടേംസ് ഓഫ് റോ ഫൈ തീറ്റ കൺവേർട്ട് ചെയ്യാം. തന്നിട്ടുണ്ടല്ലോ ഓൾറെഡി എക്സ് റോ സൈൻ ഫൈ കോസ് തീറ്റയാണ്, വൈ റോ സൈൻ ഫൈ സൈൻ തീറ്റയാണ്, സെഡ് റോ കോസ് ഫൈ ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ചെറിയൊരു റീ അറേഞ്ച്മെന്റ് ഉണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ 8 റോ എന്നുള്ള ടേം രണ്ട് ടേംസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമിൽ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ 8 റോ സൈൻ സ്ക്വയർ ഫൈയും കൂടി എടുക്കാം. ഓക്കെ, 8 റോ സൈൻ സ്ക്വയർ ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ടേംസ് എന്താ ഉണ്ടാവുക കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഉണ്ടാവും അല്ലെ. ഇവിടുത്തെ സൈൻ സ്ക്വയർ ഫൈവും പുറത്തേക്ക് എടുക്കണം. അപ്പൊ ആകെ കൂടി നമുക്ക് ബ്രാക്കറ്റിൽ വരുന്നത് കോസ് സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയാണ് അല്ലെ. അപ്പോൾ 8 റോ സൈൻ സ്ക്വയർ ഫൈവ് പുറത്തേക്ക് എടുത്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഉള്ളിൽ വരും. അത് 1 അല്ലേ. പ്ലസ് 2 റോ കോസ് സ്ക്വയർ ഫൈവ് അത് അങ്ങനെ തന്നെ എഴുതി. ഇനി എഗെയിൻ ചെറിയൊരു റീ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 8 റോ സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് 2 റോ കോസ് സ്ക്വയർ ഫൈവ് കിട്ടി അല്ലെ. ഇതില് ഈ 8 എന്ന് പറയുന്നത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 6 പ്ലസ് 2 എന്ന് എഴുതാൻ പോകണം. ക്ലിയർ ആയോ? അതായത് 8 റോ സൈൻ സ്ക്വയർ ഫൈവിന് 6 റോ സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് 2 റോ സൈൻ സ്ക്വയർ ഫൈവിന് എഴുതി. എന്നിട്ട് ആ ലാസ്റ്റ് 2 ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. 2 റോ കോസ് സ്ക്വയർ ഫൈവ് ഓൾറെഡി ഉണ്ടല്ലോ. എന്നിട്ട് അതിൽ നിന്ന് 2 റോ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എഗെയിൻ സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് കോസ് സ്ക്വയർ ഫൈവ് ടേം കിട്ടും. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റീ അറേഞ്ച്മെന്റ് ചെയ്തത്. സോ എഗെയിൻ സിംപ്ലിഫൈഡ് ഫോമിൽ ആൻസർ കിട്ടി. അപ്പൊ 6 റോ സൈൻ സ്ക്വയർ ഫൈവ് പ്ലസ് 2 റോ. ഇതാണ് ഈ ഡോ ഡബ്ല്യു ബൈ ഡോ റോന്റെ എക്സ്പ്രഷൻ. ഇതേപോലെ ബാക്കി ടേംസും കണ്ടുപിടിക്കണം. ഇതേപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ എങ്ങനെ കിട്ടുക? സെയിം തന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ തീറ്റ. ഇതിൽ എഗെയിൻ ഓരോ എക്സ്പ്രഷൻസും കറക്റ്റ് ആയിട്ട് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 8x ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ തീറ്റ പറഞ്ഞാൽ റോ സൈൻ ഫൈവ് ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് 8y റോ സൈൻ ഫൈവ് കോസ് തീറ്റ പ്ലസ് 2z ഇൻറ്റു 0. ആ ലാസ്റ്റ് ടേം ഡോ സെഡ് ബൈ ഡോ തീറ്റ എന്ന് 0 ഇപ്പോൾ. സോ നമുക്ക് കാരണം z എന്ന് പറഞ്ഞാൽ തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ആ ടേം 0 ആയി കിട്ടും. അപ്പൊ നമുക്ക് ഫൈനലി എക്സ്പ്രഷൻ കിട്ടുന്നത് -8 റോ സ്ക്വയർ. ഇവിടെ ഇപ്പോൾ റോ സ്ക്വയർ ഈ എക്സ് എന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ ഇൻ ടേംസ് ഓഫ് റോ ഫൈവ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അപ്പോഴാണ് ഈ റോ സ്ക്വയർ, ഇവിടെ ഒരു റോ ഓൾറെഡി ഉണ്ടല്ലോ. സോ റോ സ്ക്വയർ കിട്ടും. -8 റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് സൈൻ തീറ്റ കോസ് തീറ്റ. എഗെയിൻ ഇവിടെ വൈക്ക് ഇൻ ടേംസ് ഓഫ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വൈ എന്താണ് എക്സ്പ്രഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 8 റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് രണ്ട് ടേംസും ഓപ്പോസിറ്റ് ടേംസ് വരും. 0 കിട്ടും. ഇനി നമുക്ക് ഡോ ഡബ്ല്യു. ഇപ്പൊ നമുക്ക് ഫൈനലി ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ എന്നുള്ളത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ഫൈവ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ഫൈവ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ഫൈവ്. ഇതെല്ലാം ടേംസും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ 8x റോ കോസ് തീറ്റ കോസ് ഫൈവ് പ്ലസ് 8y റോ സൈൻ തീറ്റ കോസ് ഫൈവ് പ്ലസ് 2z റോ മൈനസ് സൈൻ ഫൈവ്. ഇനി ഇതില് ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഫൈനലി ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ഫൈവ് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം തന്നെ. ഇനി ഇതിൽ ആകെ കൂടി ഒരു എക്സ്പ്രഷൻ ഉള്ളത് നമുക്ക് ജസ്റ്റ് എക്സും വൈയും സെഡും ഈ ടേംസ് ഇൻ ടേംസ് ഓഫ് റോ ഫൈവ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കിട്ടുന്ന എക്സ്പ്രഷൻ ആണിത്. 8 റോ സ്ക്വയർ സൈൻ ഫൈവ് കോസ് തീറ്റ കോസ് ഫൈവ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഈ ഇത്രയും ടേം കോമൺ ആണ് ഫസ്റ്റ് 2 ടേംസിൽ. എന്നിട്ട് ബാക്കി നമുക്ക് ബ്രാക്കറ്റിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ കിട്ടും. അത് 1 അല്ലേ. ഇനി -2 റോ സ്ക്വയർ സൈൻ ഫൈവ് കോസ് ഫൈവ് അങ്ങനെ തന്നെ എഴുതി. സോ ഫൈനലി നമുക്ക് 8 റോ സ്ക്വയറും -2 റോ സ്ക്വയറും ബാക്കി സൈൻ ഫൈവ് കോസ് ഫൈവ് കോമൺ ആണ്. അത് പുറത്തേക്ക് എടുത്ത് എന്താവും 8 റോ സ്ക്വയർ -2 റോ സ്ക്വയർ. അതെന്താ
6 rho square sin phi cos phi ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക.